കേന്ദ്ര സർക്കാരിനെ നവ ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം CPM പാർട്ടി കോൺഗ്രസ് ഐകകണ്ഠേന അംഗീകരിച്ചു. സ്വകാര്യ സർവകലാശാലയ്ക്കും പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം അംഗീകാരം നൽകി. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച പ്രതിനിധികൾ കഫിയ അണിഞ്ഞ് മുദ്രാവാക്യം മുഴക്കി. കേരള സർക്കാർ രാജ്യത്ത് ഒരു ബദലാണെന്ന് പാർട്ടി കോൺഗ്രസ് പ്രമേയം. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ 11 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്ക് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മറുപടി പറഞ്ഞു. കേന്ദ്ര സർക്കാർ നവഫാസിസ്റ്റ് തന്നെയെന്ന് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ ആവർത്തിക്കുന്നുണ്ട്. സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാനുള്ള കേരള നിലപാടിന് പാർട്ടി കോൺഗ്രസിൽ അംഗീകാരം ലഭിച്ചു. സംവരണ തത്വങ്ങൾ ഉൾപ്പെടെ പാലിക്കപ്പെടുമെന്നും സ്വകാര്യ സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയനുകൾ ഉണ്ടാകുമെന്നും മറുപടി പ്രസംഗത്തിൽ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ പുറത്തേക്കുള്ള ഒഴുക്ക് തടയുകയാണ് ലക്ഷ്യമെന്നാണ് വിശദീകരണം. ഗസയിലെ ഇസ്രയേൽ വംശഹത്യയെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയം പാർട്ടി കോൺഗ്രസ് ഏകകണ്ഠേന പാസാക്കി. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അവതരിപ്പിച്ച പ്രമേയത്തെ മുഴുവൻ പ്രതിനിധികളും കഫിയ അണിഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയാണ് അംഗീകരിച്ചത്. PB അംഗം BV രാഘവലു പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാളെ നടക്കുന്ന പൊതുചർച്ചയിൽ കേരളത്തിൽ നിന്നും PK ബിജു, ഡോക്ടർ R ബിന്ദു, PM മുഹമ്മദ് റിയാസ് എന്നിവർ സംസാരിക്കും. കേരളം മാതൃകയാക്കിയുള്ള രാജ്യവ്യാപക പ്രചരണത്തിനാണ് പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രമേയം ആഹ്വാനം ചെയ്യുന്നത്. കേരളത്തിൽ തുടർ ഭരണം തന്നെയാണ് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.